ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഓണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഒരു ഓണം വ്ളോഗാണ്. അങ്ങനെ ഞാൻ എണീച്ച് പിന്നെ ഞാൻ ഫ്രഷ് ആവാണ്. അങ്ങനെ ബ്രഷ് എല്ലാം ചെയ്യുകയാണ് ഞാനിപ്പോൾ. അങ്ങനെ ഗൈസ്, ക്ലൈമറ്റ് നോക്കിയപ്പോൾ മഴയാണ്. പാറൽ മഴയാണല്ലോ, അധികം ഹെവി മഴയില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു ഗൈസ്, ഓണം ഫുൾ കൊളായിപ്പോവും. അങ്ങനെ ഞാൻ ചായ കുടിച്ചു മഴയെല്ലാം നോക്കിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഒന്നാം ഓണം ആയതുകൊണ്ട് ടോപ്പും ബാഗി ജീൻസും ആണ് ഇടുന്നത്. രണ്ടാം ഓണത്തിനാണ് നമ്മൾ, അതായത് തിരുവോണത്തിനാണ് ട്രഡീഷണൽ ഇടുന്നത്. പിന്നെ ഇന്ന് അച്ഛൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ റെഡി ആവുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും റെഡി ആവില്ല. അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പം എല്ലാം മഴയുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മഴയാണ്. ക്രോക്സ് എല്ലാം ഇട്ടിട്ടുണ്ട്, ബട്ട് മഴക്കൊള്ളാക്കി. അങ്ങനെ ഇതാണ് അച്ഛൻ്റെ വീട്ടിലെ പൂവ്. അങ്ങനെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. പിന്നെ അവിടെ തിരുവോണത്തിന് വേണ്ട പൂവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം അനിയനെടുത്ത് കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് സദ്യ ഇല്ല, ഇവിടെ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ട്, അത് ഞാൻ കട്ട് മോഷ്ടിച്ച് തിന്നതാണ്. അങ്ങനെ വെറുതെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ പൂവിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇരുന്ന്. പൂ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കസിൻ ഇതള് വന്നിട്ടുണ്ട്. അവർ ഓക്കെ അല്ല എക്സ് അങ്ങനത്തെ എന്തോ ചിപ്സ് കൊണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു ഷേക്ക് പോലത്തെ ഐറ്റാണ്. ഇതാണ് എക്സ് ടൈം പാസിൻ്റെത്. അപ്പം അടുക്കളയിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റീലെടുക്കാനുള്ളൊരു ട്രൈ ആണിത്. അങ്ങനെ മോണിക്കയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ. അങ്ങനെ BTS പോലെ ആട്ടോ ഇത്, പാട്ടൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് പിന്നെയും ഒന്നും കൂടി ചെയ്ത് നോക്കിയതാണ്. ഇത് വർക്കൗട്ടായെന്ന് തോന്നുന്നു ഗൈസ്, ബട്ട് ക്യാമറ അങ്ങോട്ടാണ്, ഇത് അമ്മ എടുക്കുന്നതാണ്. ചെറിയമ്മ, അതായത് ഇതളിൻ്റെ അമ്മേനെ പറ്റി കേട്ടോ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കസിനില്ലേ, അവളുടെ പേരാണ് ഇതൾ. അവളുടെ അമ്മയാണ് ഞാൻ ചെറിയമ്മ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ ടേക്ക് എടുത്തു നമ്മൾ. ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്നാലും വർക്കൗട്ടായിട്ടുണ്ട്. നോക്കാം നമുക്ക്.
കണ്ണന് പാറു സൂര്യപ്പൂപ്പത്താടി കുട്ടിയാണ് നീരാട്ട് ഇത് ചെറിയച്ഛനും ഞാനും ഇതളും എല്ലാവരും കൂടെ പാടിയ പാട്ടാട്ടോ. പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇതളെല്ലാം കൂടെ കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി സന്ധ്യ ആയപ്പം അങ്ങനെ ഞാൻ കുളിച്ചിട്ട് കാണാം. ഇനിയിപ്പോൾ മാമനും മാമിയും പൂവും കൊണ്ടുവരും. നാളെ തിരുവോണത്തിൻ്റെ പൂ വാങ്ങിയിട്ട് അങ്ങനെ ഞാനൊരു ബനാന കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് പൂവെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂവെല്ലാം ഇങ്ങനെ അമ്മ പേപ്പറിലാക്കി വെച്ചു. അപ്പോൾ ഞാൻ അതിന് ലുഡോ കളിക്കുമായിരുന്നു. പിന്നെ അമ്മ പൂവിൻ്റെ ഡിസൈനെല്ലാം ജസ്റ്റ് നോക്കി അമ്മ തന്നെ വരക്കാട്ടോ. എന്നിട്ട് ഇങ്ങനെ വരച്ച് റെഡിയാക്കി വെച്ചു. എന്നാൽ നാളെ ഈസി അല്ലേ. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എണ്ണാന്ന് പറഞ്ഞ എണ്ണാണ്. ഇതാ കണ്ട് സെറ്റ് 1 2 3. അങ്ങനെ ഗൈസ് സമയം 11 മണിയായി. ഇപ്പോൾ കിടക്കേണ്ട സമയമാണ്. ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ചിക്ക് പോക്കിയിട്ട് കിടക്കും പിരിച്ചിട്ടിട്ട്. അങ്ങനെ മുടി ഇങ്ങനെ ചിക്ക് പോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കുണ്ട്. ഇതാണ് ഈ മോണിക്കേൻ്റെ ഫൈനൽ. പിന്നെ ഇപ്പം കാണിച്ച 7:20 ഞാൻ പിറ്റേ ദിവസം തിരുവോണത്തിനെടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ 7:20 എണീച്ച് ചായ കുടിക്കുകയാണ് അപ്പോൾ പൂ ഉതിർത്തിടാനുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ എണീച്ചത്. അങ്ങനെ നമ്മൾ പൂ ഉതിർത്തിടാൻ തുടങ്ങി. ഇതൊരു വൈറ്റ് കളർ പൂവാണ്.
പൂവിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ സെക്ഷനാണ്. കുളിച്ചിട്ട് പുട്ട് എന്നാണ് ഗൈസ്. ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ പോവാണ്. ഇന്ന് സദ്യ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇന്നലെ അച്ഛൻ്റെ വീട്ടിൽ പോയില്ലേ, ഇതാണ് നമ്മളിട്ട പൂവ്. അങ്ങനെ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാണ് ഗൈസ്. ഫുൾ ചളിയാണ് റോഡ് മൊത്തം. ഇതാണ് അമ്മമ്മയും വെളിച്ചനും കൂടിയിട്ട പൂവ്. അങ്ങനെ ഇത് സദ്യേൻ്റെ സമയമാട്ടോ. സദ്യേൻ്റെ സമയത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. പപ്പടവും പഴമെല്ലാം ഉണ്ട്. നമ്മൾ വെല്ലിച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കേക്ക് വാങ്ങിയത് ഷനിജ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ഇവരുടെ കേക്ക് നല്ല അടിപൊളി കേക്കാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം ഗൈസ്. നല്ല അടിപൊളി കേക്കാണ്, നിങ്ങൾ പോയി വാങ്ങി നോക്ക്. ഇതാണ് ഗൈസ് എൻ്റെ അമ്മ. ഇത് ഞാൻ ഈവനിങ് എടുക്കുന്ന വീഡിയോ ആണ്. ഇപ്പം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കയ്യിലുള്ള പെട്ടി എന്ന് പറയുന്നത് ഇത് അച്ഛമ്മക്ക് കൊടുക്കേണ്ട പെട്ടിയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ അച്ഛമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് കൊടുക്കാനാണ് പ്ലാൻ. അങ്ങനെ ഡ്രസ്സ് എടുത്ത് അച്ഛമ്മേൻ്റെ വീടെത്തി ഇത് അവിടെ ഇട്ട് പോവാണ്. അങ്ങനെ പെട്ടി കൊടുത്തിട്ട് നമ്മൾ നേരെ ടൈലർ അടുത്താണ് പോയത്. ഡ്രസ്സ് എന്തോ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു. നമ്മുടെ എടത്തിലമ്പലത്തിലെ കുളം കേട്ടോ.
ഇത് രാത്രി എടുക്കുന്ന വീഡിയോ ആണ്. അനിയനും വലിയച്ഛനും ചെസ്സ് കളിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. ആൻഡ് ഇതാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. 2 ദിവസത്തെ വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണുക.